നന്ദിയും സമർപ്പണവും. ഈ പ്രാർത്ഥന നന്ദിയുടെയും പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ആത്മാവാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിലപാട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ നിലകൊള്ളുന്നതാണ്. നമ്മൾ നേടിയ എല്ലാ അനുഗ്രഹങ്ങളും, അനുഭവിച്ച എല്ലാ കൃപകളും, അതുപോലെ തന്നെ കടന്നുപോയ വേദനകളും പരീക്ഷണങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ പദ്ധതിയുടെ ഭാഗങ്ങളാണെന്ന് ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമാതാവിനോട് നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ അവൾ നമ്മെ തൻ്റെ പുത്രനായ യേശുവിലേക്കാണ് നയിക്കുന്നത്. എൻ്റെ ജീവിതം മുഴുവൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന വാചകം പൂർണ്ണ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മൾ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഇത്. ഇന്നത്തെ ദിനവും നാളെയും, അറിയാവുന്നതും അറിയാത്തതുമായ ഭാവിയും ദൈവത്തിൻ്റെ കരുണയിൽ ഏൽപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ സമാധാനം നിറയുന്നു. ദൈവമാതാവ് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മയായതിനാൽ അവളുടെ കരങ്ങളിൽ സുരക്ഷിതരാണെന്ന ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ഭയങ്ങളും സമർപ്പിക്കുന്നു. മനുഷ്യർ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ സ്വാഭാവികമാണ്. സന്തോഷത്തിനുള്ള ആഗ്രഹം, സുരക്ഷയ്ക്കുള്ള ആഗ്രഹം, വിജയത്തിനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ഭയങ്ങളുമുണ്ട്. പരാജയത്തിൻ്റെ ഭയം, രോഗത്തിൻ്റെ ഭയം, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിൻ്റെ ഭയം. ഈ എല്ലാ ദൈവമാതാവിൻ്റെ മുഖാന്തരം യേശുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു. യേശുവിൻ്റെ സന്നിധിയിൽ ഒന്നും അപ്രധാനമല്ല. നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവിടുന്ന് കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനും നന്ദി മാതാവേ എന്ന അവസാന വാചകം ആത്മീയമായ പക്വതയുടെ അടയാളമാണ്. നമുക്ക് ഇഷ്ടമായ കാര്യങ്ങൾക്ക് മാത്രമല്ല, മനസ്സിലാകാത്ത സാഹചര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. നന്ദിയുള്ള ഹൃദയം ദൈവകൃപയ്ക്ക് തുറന്ന ഹൃദയമാണ്. ദൈവമാതാവിൻ്റെ മാതൃസ്നേഹത്തിലൂടെ നന്ദിയും സമർപ്പണവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.